വീക്ക് ഞാൻ ഷെയ്ഖിനെ ഒരാളെ ഇവിടെ സഹിച്ചിട്ടില്ല. ഞാൻ തലയിറങ്ങി വിരിഞ്ഞ കാര്യം അവനെ ലാലത്തിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടേ ഞാൻ ജെന്യൂൻ ആയിട്ട് കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടോ? അവനിക്ക് ദൈവം എത്ര വലിയ ശിക്ഷ തന്നിട്ട് അവനക്ക് അറിയത്തില്ലേ? സാരില്ല ഇല്ല ചിന്തിച്ചിട്ടാ ഞാൻ ക്ഷമിക്കില്ല പറഞ്ഞ് ജീവിതത്തിലെ 3 ആൾക്ക് ഞാൻ ലൈഫിൽ ക്ഷമിക്കില്ല. അത്രേ ഉള്ളൂ. എന്റെ മനസ്സിൽ എപ്പോഴും പോയിസണേ ഉണ്ടാവും 3 ആളിന് വേണ്ടി. ഇതൊക്കെ ഗെയിമിന്റെ ഭാഗം. ഇത് കഴിഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. അങ്ങനെ ബിഗ് ബോസിൻ്റെ അവസാന ആഴ്ചയിൽ പഴയ കണ്ടസ്റ്റൻ്റ് എല്ലാം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ജാൻമണിയായിരുന്നു. അപ്പോൾ ഈ ജാൻമണി വന്നപ്പോൾ തൊട്ട് ജാൻമണി മറന്നുപോയെന്ന് തോന്നുന്നു പുള്ളീൻ്റെ ഗെയിം അവിടെ കഴിഞ്ഞു എന്നുള്ളത്. കാരണം ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു ഗസ്റ്റായിട്ട് എത്തിയിട്ട് പോലും ജാൻമണി അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിമാണെന്നാണ് പുള്ളീൻ്റെ വിചാരം. അതോ ഗെയിമാണോ അതോ റിയാലിറ്റി ആണെന്ന് അറിഞ്ഞിട്ടും പുള്ളി അങ്ങനെ കളിക്കുന്നതാണോ എന്നറിയില്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനെതിരെയും റസ്മിനെതിരെയും നമ്മുടെ നോറയ്ക്കെതിരെ ഇപ്പോഴും പുള്ളിക്കാരത്തേക്ക് ദേഷ്യം. എന്തിനാണ് ഈ ദേഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി തപ്പും. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ജാൻമണീൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് നടന്നിരിക്കുന്ന ഓരോ സംഭവമില്ലേ, ആ സംഭവം ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നോറയ്ക്കും റസ്മിനും അർജുനും എതിരെ ഇപ്പോഴും പുറത്ത് ഈ വിഷവും ഉള്ളിൽ ചാർത്തിക്കൊണ്ട് നടക്കുവാണ് ജാൻമണി. അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ട വീഡിയോ. അർജുനെ പുറത്തിറങ്ങിയാലും ഇനിയും പിന്തുടർന്നുകൊണ്ടിരിക്കും, ഞാൻ വിഷമാണ്, ഞാൻ എന്നോട് അന്ന് ചെയ്തത് അതായത് ലാലേട്ടൻ്റെ ഒരു എപ്പിസോഡിൽ ജാൻമണീനെ കുറിച്ച് അർജുൻ പറഞ്ഞത്. ജാൻമണി ഒരു പ്രാവശ്യം നമ്മുടെ നോറയ്ക്കെതിരെ ഭയങ്കരമായിട്ട് പ്രാഗി കൊന്ന്. ആ പ്രാഗ് കേട്ടിട്ട് എല്ലാവരും, ആ വീട്ടിലുള്ള എല്ലാവരും ജാൻമണിക്കെതിരെ നിന്ന്. അപ്പോൾ ഈ എതിരെ നിന്നപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ആകെ മെൻ്റലി ആകെ ഡൗൺ ആയിട്ട് ബോധം കെട്ട് വീണ്. അപ്പോൾ ഈ ബോധം കെട്ട് വീണപ്പം അർജുനാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദിച്ച സമയത്ത് അർജുൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത് ജാൻമണി അത് ശരിക്കും ബോധം കെട്ടതാണെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ കാരണത്തിൻ്റെ പുറത്താണ് പുള്ളിക്കാരത്തി ഈ പറഞ്ഞ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പുള്ളിക്കാരത്തി പുറത്ത് പോയി തിരിച്ചു വന്ന് എന്നിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർജുനുമായിട്ട് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല, അർജുൻ്റെ ജീവിതാവസാനം വരെ അല്ലെങ്കിൽ ഈ അടുത്ത ജന്മത്തിൽ വരെ പുറകെ നടന്ന് ഇതാക്കുന്നതാണ് ഈ വിഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ അവസ്ഥ? ഇങ്ങനെയുള്ളവരെല്ലാം ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ല. എന്നിട്ടോ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് രഞ്ജിനി ഹരിദാസുമായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തു. ടെലികാസ്റ്റ് കണ്ടിട്ട് ജാൻമണി ആ തൊണ്ട പൊട്ടിപ്പോട്ടെ, കൈ പോട്ടെ, കാല് പോട്ടെ എന്നൊക്കെ പറഞ്ഞത് നോറേനെ ആണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷെ ഇപ്പോൾ ഇന്ന് ഈ സമയത്ത് ജാൻ പറയുന്നു ശപിച്ചത് നോറയല്ലേ? നോറക്കല്ല, നോറക്കെ ഞാൻ വാഷ് ചെയ്ത് കൊടുത്തേ. എന്ത് വാഷ് ചെയ്ത് കൊടുത്തു? ഞാൻ പറഞ്ഞ തേർഡ് ക്ലാസ് ഡ്രാമ അത് നോറക്കാണ് ശാപിച്ച് ഞാൻ ആരെയാണെന്ന് പറയാൻ പറ്റുമോ? അർജുനൊക്കെ കൊടുത്തേ ഓപ്പൺ ആയിട്ട്. കാരണം അർജുനൊക്കെ കൊടുത്ത കാരണം അർജുനെയാണോ ശപിച്ചത്? പക്ഷെ അവര് ടെലികാസ്റ്റ് ചെയ്തത് നോറയെ ശപിച്ച പോലെയാണ്. അതല്ല, അർജുൻ ശപിക്കുന്ന അർജുൻ എന്റെ മുന്നോട്ട് നോറയുടെ പ്രോബ്ലത്തിനിടയിലാണോ അർജുനെ ശപിച്ചത്? അറ്റ് ദ സെയിം ടൈമില് 3 പ്രോബ്ലം. കൈ പോകാൻ പൊട്ടിപ്പോകുന്ന അർജുൻ എടുത്ത് പറഞ്ഞതാണ്. കാരണം ബിക്കോസ് അർജുൻ ഓൺലി ഗോയിങ് ആൻഡ് പറയും. He's only bitching like a girl. Okay, hold on guys. This is really interesting. ഒരു ടെലിവിഷൻ ഷോന്റെ ഒരു കോണ്ടെക്സ്റ്റ് മാറ്റുന്നു എങ്ങനെയാണെന്ന് ഇപ്പൊ നമ്മള് this is shocking for me. I was talking. I said no അത് സ്വന്തം എടുത്തേ. കാരണം ലാലേട്ടൻ ഞങ്ങള് സ്വന്തമായിട്ട് എടുത്തേക്കുന്നേ. അതിപ്പോ ആരെ പറഞ്ഞാലും തെറ്റാണ് ജാൻ. ഓക്കെ, അപ്പൊ നോറയുടെ അടുത്തല്ല സോറി പറയേണ്ടതല്ലേ, അർജുന്റെ അടുത്താണ് സോറി. I never say sorry to him. Sorry, because he said in front of Big Boss, it's like a lot of people know Arjun is like my boyfriend for 1 year. I don't even know that guy. സത്യം പറഞ്ഞാൽ ജാൻമണി എന്താ പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. കാരണം ജപ എന്നായതുകൊണ്ട് കറക്റ്റായിട്ട് ഏത് ഭാഷയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അർജുൻ ജാൻമണീൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു പോലും 1 വർഷം മുമ്പ്. അതാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അതായത് അർജുനോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് രഞ്ജിനി ഹരിദാസ് നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരത്തി പറയുകയാണ് അർജുൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ കുറേ കഴിഞ്ഞതിന് ശേഷം ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. I am so confused guys. Okay. അർജുൻ ജാനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടോ? 1 വർഷം അർജുൻ ജാന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നോ? ഇതേ കാര്യം തമാശയായിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ആദ്യം പറഞ്ഞതും അവസാനം തമാശയാണെന്ന് പറഞ്ഞ ആ
ആ ഗ്യാപ്പ് ആണ് പ്രശ്നം. അതായത് അർജുൻ്റെ ഹേറ്റേഴ്സും അല്ലെങ്കിൽ അർജുനെതിരെ നിൽക്കുന്നവരും എന്ത് ചെയ്തു, ഈ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് ഫുള്ള് പ്രചരിപ്പിച്ച്. അപ്പോൾ എന്താ ചെയ്യുക, ജാൻമണിയുമായിട്ട് നേരത്തെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് അർജുൻ, അതുകൊണ്ടാണ് ജാൻമണിയുമായിട്ട് അർജുൻ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് പുറത്തോട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം ജാൻമണീൻ്റെ ഒരു ട്രിക്കാണ്. കാരണം വെച്ചാൽ അർജുൻ എങ്ങനെയും നെഗറ്റീവ് ആക്കണം. കാരണം ഉള്ളിൽ അത്രയ്ക്കും കൊടൂര വിഷയമായിട്ട് നടക്കുവാണ് ജാൻമണി ഇപ്പോഴും. അപ്പോൾ ജാൻമണി ഇങ്ങനെ പുറത്തിരുന്നുകൊണ്ട് അർജുനെതിരെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം ജാൻമണിയുടെയും അർജുൻ്റെയും ഒരു കോമൺ ഫ്രണ്ട്, അതൊരു മ്യൂച്വൽ ഫ്രണ്ട് ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ജാൻമണി പറഞ്ഞതെല്ലാം വെറും തട്ടിപ്പാണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ അർജുൻ്റെയും ജാൻമണീൻ്റെയും മ്യൂച്വൽ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ചങ്ങായി ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബിഗ് ബോസ് ഇനിയിപ്പോ 3 ദിവസം കൂടിയുള്ളൂ അല്ലെ ഗ്രാൻഡ് ഫിനാലേക്ക്. അപ്പം എന്റെ ഫ്രണ്ടാണ് അർജുൻ മാത്രമല്ല ജാൻമണി ദാസും എന്റെ ഫ്രണ്ടാണ്. അപ്പം ഒരു ഫ്രണ്ട് എന്ന നിലക്ക് ഞാനിത് പ്രതികരിച്ചില്ലെങ്കിൽ അർജുനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആരെയും വെള്ളപൂശാനോ അല്ലെങ്കിൽ ആർക്കെതിരെയോ അല്ല ഈ വീഡിയോ, വേറെ ഒന്നല്ല. ഇപ്പം ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയ എന്റെ സുഹൃത്തും കൂടിയാണ് ജാൻമണി ദാസ് അർജുനും തമ്മിൽ ബിഗ് ബോസിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ, അത് മാനസികമായ ഒരു വിഷമത്തിൽ ഒരുപക്ഷെ ജാൻമണി ദാസ് പെട്ടിട്ടുണ്ടാകണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രഞ്ജിനി ഹരിദാസിനോടുള്ള ഒരു ഇന്റർവ്യൂവിൽ വന്ന പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടു. പല ആൾക്കാരും അർജുനെതിരെ പല രീതിയിലുള്ള മോശമായ കമന്റ്സ് ഒക്കെ ഇടുന്ന കണ്ടു. അർജുൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച, അതായത് ബിഗ് ബോസ് ഞായറാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വെള്ളിയാഴ്ച ഒരു രാത്രി എന്നെ വിളിച്ച സമയത്ത് ഞാൻ ചെന്നൈയിലാണ്, ബിഗ് ബോസിൽ കയറാൻ നിൽക്കുകയാണ്. അപ്പം ജാൻമണി ദാസ് ബിഗ് ബോസിലുണ്ട്. ജാൻമണി ദാസ് ആളെ എങ്ങനെയുണ്ട്, നമുക്ക് പരിചയപ്പെടാനും കമ്പനി അടിക്കാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അർജുൻ എന്നോടായിരുന്നു ചോദിച്ചത്. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രക്ക് പോലും അർജുനെ ജാൻമണി ദാസിനെ കൂടുതൽ പരിചയം സാധാരണ നമ്മൾ ഫാഷൻ ഷോയിലൊക്കെ കാണാറുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാൻമണി ദാസ്. ഈ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം. നല്ല ഫ്രണ്ട്ഷിപ്പ് എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ജാൻമണി ദാസ്. അപ്പം ഫാഷൻ ഷോയിലൊക്കെ അർജുനും നമ്മളെല്ലാവരും കാണാറുണ്ട്, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തൊക്കെയാണ്. പക്ഷെ അർജുന് എന്റെ അത്ര പോലും ജാൻമണി ദാസിനെ പരിചയമില്ല. അതുകൊണ്ടാണല്ലോ എന്നോട് അർജുൻ ചോദിക്കേണ്ടി വരുന്നത്, എങ്ങനെയുണ്ട് ജാൻമണി ദാസിനെ നമുക്ക് കൂടുതൽ ക്ലോസ് ആവാൻ അല്ലെങ്കിൽ പരിചയപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ബിഗ് ബോസിൽ കയറുന്ന ആ സമയത്ത് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പം അദ്ദേഹത്തിന്റെ ഫാമിലിയെ ഒരുപാട് മോശമായ രീതിയിലൊക്കെ വീഡിയോസ് ഇറങ്ങുന്ന, ഒരുപാട് ട്രോളുന്ന കുറെ വീഡിയോസ് ഒക്കെ. അപ്പോൾ ഈ ചങ്ങായി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാൻമണീനെ അർജുന് ആകെ 1-2 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. അപ്പം ഈ അർജുൻ ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ പറയുന്ന ആളെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയാണ് ജാൻമണി. കാരണം ജാൻമണി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന കാര്യം പുള്ളി അറിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അർജുൻ എന്ത് ചെയ്തു, ജാൻമണി എങ്ങനെയാണ് കമ്പനിയാക്കാൻ എങ്ങനെയാണ് എളുപ്പമാണോ അതിൻ്റെ ഉള്ളിൽ, അതായത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പം കൂട്ടുകൂടാണല്ലോ, അത് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇതിനു മുമ്പ് ജാൻമണിയായിട്ട് പരിചയമില്ലാത്ത ആളായിരിക്കണമല്ലോ. എന്നിട്ട് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ചാണ് പുറത്തുള്ള ഹേറ്റേഴ്സ് എല്ലാം ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്, ഇവർ തമ്മിൽ ലൈനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത്. അർജുൻ്റെ കളിയെല്ലാം എനിക്ക് ബോറായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവസാന വീക്കിലേക്ക് വരുമ്പോഴത്തേനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇങ്ങനത്തെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിനോട് വെറും പുച്ഛം മാത്രം. അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ശരിക്കും പറഞ്ഞാൽ ജാൻമണിയാണ്. ജാൻമണി ഇതിൻ്റെ ഉള്ളിലിരുന്നും കളിച്ചു, പുറത്തിരുന്നും കളിച്ചു. പുറത്തിരുന്ന് കളിച്ചതാണ് അർജുനെ നെഗറ്റീവ് ആക്കാൻ ഏറ്റവും കൂടുതൽ ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കളിക്കുന്നവർ മര്യാദയ്ക്ക് കളിച്ചു പോട്ടെ. ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തരെ ഏറി കയറ്റാൻ വേണ്ടി നിൽക്കുന്നത്? അതും ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് വരെ ജാൻമണി എന്തൊക്കെയാണ് പറയുന്നത്. എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഇത്രത്തോളം തരം താഴാൻ വേണ്ടി പറ്റുമെന്നുള്ളത് ജാൻമണി കാണിച്ചു തന്നു. സത്യം ആദ്യമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാൻമണി നല്ലൊരു കണ്ടസ്റ്റൻ്റാണ്, നല്ല കൊള്ളാം, നമുക്ക് എന്താ പറയുക ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ട്. പക്ഷേ പിന്നെ ആയപ്പോഴത്തേനും ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നു. അതിതാ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇപ്പം വെറൊരു ഗസ്റ്റാണ് എന്നിട്ട് പോലും എൻ്റെ പൊന്നോ നമിച്ച്